അടിസക്കെ പഞ്ഞിക്കാരനാണ്. ഇന്നെന്താണ് എല്ലാവരും വെള്ളിട്ടിക്കണെന്നല്ലേ നിങ്ങൾ വിചാരിക്കും വലിയ ഇലക്ഷൻ പരിപാടി എന്ന്. ഇലക്ഷൻ പരിപാടി ഒന്നല്ല, ഞങ്ങളുടെ പള്ളിയിലെ കപ്പേളയിൽ ഇന്ന് തിരുനാളാണ്. വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളായിട്ട് ഞങ്ങളാണ് പ്രസിഡന്റുമാർ. 18 പ്രസിഡന്റുമാർ. അതിനുവേണ്ടി ഓരോരുത്തർ യൂണിഫോം ഇട്ട് അതൊക്കെ അവരങ്ങോട്ട് ഇടും നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്ന എൻ്റെ കർത്താവേദി 2 കീടാണുക്കളോരെ നിൽക്കണ്ട. പക്ഷെ അവന്മാർ മൊഞ്ചന്മാരായിട്ടുണ്ടാ. എല്ലാവരും ഓരോരോ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന ക്യാമറമാനാണ് നിജാസി. എവിടെയായാലും ഓടി വരാൻ എടുക്കാനാണ്. ഇത് പ്രസിഡന്റ് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 18 നിൽക്കുന്നുണ്ട്. 18 15 3 പുറത്താണ്ടാ. പുറത്തു തുടങ്ങി പള്ളിക്കുറത്തല്ല, കാനഡയിൽ സ്പെയിനിലാണ്. ഇനിയാണ് പ്രതിഷ്ഠ ആരംഭിക്കേണ്ട. അച്ഛൻ തിരിയൊക്കെ തന്ന് തിരിയൊക്കെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് മുമ്പിൽ ഡോളൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനം ഇവിടെ നിന്ന് 4 വഴി കപ്പേള വരെ ഉണ്ട് കേട്ടാ. ഡോളിന്റെ കബഡിയോട് ലിൻഡോച്ചന്റെ നിർദ്ദേശത്തിൽ ഞങ്ങൾ 15 പേരും ജനങ്ങളും ഭക്തിസാന്ദ്രമായിട്ട് കപ്പേളയിലേക്ക് യാത്ര തിരിച്ചട്ടാ. അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് മുഖത്തോട് പോകുന്ന ചിരിക്കുന്നത്. മുണ്ടുടുക്കുന്നത് ആദ്യമായിട്ടാണ് നീറ്റുകൾ മുഖത്തൊക്കെ അറിയാം. പക്ഷെ അവന്മാരെല്ലാവരും ഒന്നിച്ചിക്കണം എന്ന് പറയുമ്പോൾ ഒന്നിച്ച് എന്നെ നിന്ന് മുണ്ടുകൊടുത്തിട്ട് അതാണ് അവരുടെ സ്നേഹം. ഡോളിന്റെ കാര്യത്തിൽ പണ്ട് മുതൽ ടീച്ചേഴ്സിന് വേറെ ലെവലാണ് ഞങ്ങൾക്കറിയാം. തൃശ്ശൂരേറ്റ് അറിയപ്പെടുന്ന ടീം അതിൽ ഞങ്ങളെ ഇപ്പിച്ച് ഇന്നും ഒരു വേറെ ലെവലല്ല. ചിന്നപ്പുളി എന്നെ വിളിച്ച് കാനഡയിലുള്ള എവിടെ കൂടെ വിളിച്ചിട്ട് ഇവന് ഞാൻ തുടങ്ങിയ പ്ലാനിങ് ആണ് ഈ പെരുന്നാളുടെ. പക്ഷെ എല്ലാവരും കൂടി ഒന്ന് പടിപൊളി സ്പെയിൻകാർ വിളിച്ച് അവരെ കിട്ടിയില്ല. ഇതാണ് ഞങ്ങളുടെ കപ്പേള, 4 വഴി കപ്പേള. ചില രീതിയിൽ ട്രാഫിക് പുണ്യാളുടെ കപ്പേള എന്നൊക്കെ പറയാം. എടപ്പള്ളി പള്ളിയിൽ കാണുന്ന പുണ്യാളില്ലേ, സെന്റ് ജോർജ് പുണ്യാളൻ. ആ പുണ്യാളം തന്നെ ഈ വർഗീസ് പുണ്യാളൻ. അവിടെ വലിയ ആഘോഷത്തിലൊക്കെ ഉണ്ട് നടക്കാറ്. കോഴിനെ കൊല്ലനും കറി വെക്കലും പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ അത്ര ആഘോഷമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഈ തവണ ഞങ്ങൾ ഈ പിള്ളേരൊക്കെ ചേർന്ന് നല്ല ആഘോഷത്തിൽ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആഘോഷത്തിൽ നടന്ന് നാട്ടുകാരെ കൂടി ചേർന്നപ്പോൾ അത് ഗംഭീരമായി. കൊടിയേറ്റം നമ്മുടെ അച്ഛന്മാർ തന്നെ നടത്തി വളരെ സന്തോഷത്തിൽ പ്രാർത്ഥിച്ചെല്ലാവരും കൊടിയെ കയറി പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷത്തിന് ആരംഭം തന്നെ അവിടെ തന്നെ കുറിച്ചട്ടാ. എന്തൊരു സന്തോഷം ഓർന്നല്ല എല്ലാവരും മുഖത്തും. ഞങ്ങളുടെ പോളച്ച് നേർച്ചൊക്കെ വെഞ്ചിരിച്ചട്ടെ. ഇനി ചെറിയൊരു വെടിക്കെട്ടാണ്. വെടിക്കെട്ട് ചുക്കാൻ പിടിച്ചാണ് യോജിച്ച് പുത്രനാട്ടാ. വേറെ ലെവല് വെടിക്കെട്ടായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് എന്നാ പുള്ളിയാണ് പുള്ളി വിളിച്ചതെന്ന് തമ്പുരാൻ തന്നെ അറിയാം. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് പോയില്ല ചേട്ടന്മാരുണ്ട്. ഈ ചേട്ടന്മാരുടെ ഞങ്ങളുടെ കൂടെ കട്ടക്കുന്നത് ഇപ്പെരുന്നാൾ നമ്മൾ പൊളിക്കും മക്കളെ എന്ന് പറഞ്ഞ് കൂടെ നിന്ന് പാപ്പനും പിള്ളേരാട്ടോ. ഫ്രണ്ട്സ് പോയി എന്ന് പറഞ്ഞാൽ 4 വഴി സെന്ററിലെ ഏറ്റവും കിട്ടില്ല ഗ്യാങ് ആണ്ടാ. ഇന്നലെ തുടങ്ങിയ കൂട്ടൊന്നുമില്ലാണ്ട് ഇവർ പണ്ട് മുതലുണ്ട്. പ്രായഭേദമില്ലാണ്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ചേട്ടന്മാരാണ്. അവർ കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പെരുന്നാൾ ആസ്വാദനം കൂടിയത്. അതേപോലെ നാട്ടുകാർ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെരുന്നാൾ നടത്താനായിട്ട് ഇത്രത്തോളം ഉഷാർ വന്നത്. പെരുന്നാൾ മഴവയിലെ പുണ്യാളെ പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യാളെ അനുഗ്രഹിച്ച് മഴ എന്ന് പറഞ്ഞ സാധനം അവിടെ പെയ്തില്ല. വെടിക്കെട്ടും ടോളും പടക്കമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ അവിടെ മേളും. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നാട്ടുകാർ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. സുലാൻ.